കുട്ടിക്കളി കാര്യമായപ്പോൾ വർക്കല പാളയംകുന്നിലാണ് കുട്ടികൾ തമ്മിലുള്ള അടിപിടി പിന്നീട് കാര്യമായി മാറിയത്. അടിപിടി കൂടിയ കുട്ടികൾക്കെതിരെ മുതിർന്നവർ ഇറങ്ങിയപ്പോൾ അയിരൂർ പോലീസും നിഷ്ക്രിയരാകുന്നുവെന്ന പരാതി ഉയരുകയാണ്. ഇക്കഴിഞ്ഞ 25-നാണ് സംഭവം നടക്കുന്നത്. സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. അടിപിടിയിൽ ഒരു കുട്ടിക്ക് തലയിൽ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ കുട്ടി പിന്നീട് ചികിത്സ തേടുകയായിരുന്നു. അതേസമയം സംഘർഷത്തിൽപ്പെട്ട കുട്ടികളെ പിടിച്ചു മാറ്റാനെത്തിയ കുട്ടിക്ക് നേരെയാണ് ഇപ്പോൾ പരിക്കേറ്റ കുട്ടിയുടെ പിതാവും കൂട്ടാളികളും ആക്രമണം നടത്തുന്നത്. തുണി തയ്പ്പിക്കാനെത്തിയ കുട്ടിയെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. നമ്മളിങ്ങനെ അതുവഴി പാസ് ചെയ്ത് പോയായിരുന്നു പാളയം വഴി. അപ്പോൾ അവിടെ അടി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കൂട്ടുകാരനെ എടുത്തിട്ട് അടിക്കുന്നു. അങ്ങനെ നമ്മൾ പോയി പിടിച്ചു മാറ്റിയപ്പോൾ അവന്മാർ നമ്മളെ അടിച്ചടിച്ച് കൂട്ടയടിയായി. ഒരു പയ്യൻ്റെ തല പൊട്ടി പത്തി പിടിക്കുന്ന. അങ്ങനെ നമ്മൾ പിറ്റേന്ന് ഞാൻ തുണിയാക്കിയാൻ കടയിൽ പോയപ്പോൾ അവൻ്റെ വാപ്പയും അവന്മാർ 4 പേരും കൂടെ വന്ന് കാറിൽ നിന്ന് ചാടി ഇറങ്ങി. അവൻ്റെ വാപ്പ പറഞ്ഞ് അടിയതെന്ന് പറഞ്ഞ് അടിച്ചിട്ട് പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പാളയം നിന്ന് അമ്മാമ്മടുത്ത് പോയായിരുന്നു. അമ്മാമ്മടുത്ത് പോയി അവിടെ നിന്നപ്പോൾ അപ്പുറത്ത് 2 പേര് ഇപ്പുറത്ത് 2 പേര് അവൻ്റെ വാപ്പയുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും ഒന്ന് കോളറിൽ തൂക്കി എടുത്തിട്ട് ഇടിച്ച് ചവിട്ട അടിക്കുകയൊക്കെ ചെയ്തു. മുതുകത്തൊക്കെ കണ്ടോണ്ട് ഇതൊരു അണ്ണനെ അടിച്ചിട്ട് പോയി. പിന്നെ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി. ഇത് 27-ാം തീയതി എന്നെ രണ്ടാമത് അടിക്കുന്നത്. ഫസ്റ്റ് അടിക്കുന്നത് 25-ാം തീയതി രാവിലെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ പരാതിപ്പെട്ടു. ഒന്നും നടപടിയൊന്നും വന്നില്ല. പോലീസൊന്നും പറഞ്ഞില്ല. വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല എന്നെ. പരിക്കേറ്റ കുട്ടി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് അയിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. അതേസമയം കുട്ടിക്ക് നേരെയുള്ള അതിക്രമം ഇപ്പോൾ പതിവായിരിക്കുകയാണ്. കുട്ടിക്കിപ്പോൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എൻ്റെ മകനെ അവൻ്റെ ഒരു കൂട്ടുകാരനെ അടിച്ചു എന്നും പറഞ്ഞ് പിടിച്ചു മാറ്റാൻ ചെന്നതിനാണ് എൻ്റെ മകനെ അടിച്ചേക്കുന്നത്. അപ്പം കൂട്ടുകാരനെ അല്ലെ മറ്റുള്ളവരെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ മകനെ അടിച്ചു. അതായത് ഈ സ്കൂളിലെ പ്രശ്നം നടന്നതിന് ശേഷം പിറ്റേന്ന് എൻ്റെ മകൻ ഡ്രസ്സ് തയ്ക്കാനായിട്ട് തയ്ക്കടയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പം ഈ പറയുന്ന തലപൊട്ടിയ പയ്യൻ്റെ അച്ഛനും 4 പേര് ഉൾപ്പെടെ കാറിൽ വന്ന് ഇറങ്ങി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ മകനെ ക്രൂരമായി തല്ലിത്തച്ചു. അതിനുശേഷം ഞങ്ങൾ അന്ന് തന്നെ അയിരൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഒരു റെസ്പോണ്ടും ഉണ്ടായില്ല. വിളിക്കാമെന്ന് പറഞ്ഞു, വിളിച്ചില്ല. പിന്നെ അതിന് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവൻ വീണ്ടും പാളയംകുന്ന് വഴി പാസ് ചെയ്തപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയതാണ്. പാസ് ചെയ്തപ്പോഴത്തേക്ക് മോനെ പാളയംകുന്നിൽ തടഞ്ഞു നിർത്തി. പിന്നും പുറത്തുനിന്നുള്ള 4 പേര് വന്ന്, അതും ഈ കുട്ടിയുടെ വാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ്. പുറത്തുനിന്നുള്ള 4 പേര് വന്ന് വീണ്ടും മകനെ നല്ലപോലെ തല്ലി ചതച്ചിട്ടുണ്ട്. പുറമേ നിന്നുള്ള ഇഞ്ചുറി പറ്റാത്ത രീതിയിൽ അകത്ത് നല്ലപോലെ തല്ലി ചതച്ചിട്ടുണ്ട്. അതിൻ്റെ CCTV ദൃശ്യം ഉൾപ്പെടെയുണ്ട്. പിടിച്ചു മാറ്റാൻ ചെന്ന ഒരു കുട്ടീനെ കൂടെ ആ പയ്യന്മാരെ അടിച്ചിട്ടുണ്ട്. അത് അവർക്ക് 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളതാണ്. എൻ്റെ മകനാകെ 17 വയസ്സേ ഉള്ളൂ. ഈ 17 വയസ്സുള്ള കുട്ടീനെ ഇത്രയും പ്രായമുള്ളവർ അതിക്രൂരമായി തല്ലി ചതച്ചിട്ടുള്ളത്. പിന്നെ ആ സ്ഥലം നടയറ ഭാഗത്തോട്ട് പോകാനായിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ആർക്കും ഒരു ഗുണ്ടാ വിളയാട്ടം പോലെയൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പേടിച്ചിട്ടായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ഇപ്പം പുറത്തോട്ടിറങ്ങി നടക്കാൻ പറ്റണ്ടേ? ഈ ഗുണ്ടാളെ പേടിച്ച് നമുക്കിപ്പോൾ പുറത്തോട്ടിറങ്ങി നടക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇത് ചെറിയൊരു കുട്ടിയാണ്. ഇപ്പോൾ ഈ കുട്ടികൾ തമ്മിലുള്ള കേസാണ് ഈ വലിയൊരു ചേർന്ന് വലിയ കേസാക്കി മാറ്റി പുറത്തുനിന്ന് ആളിനെ വിളിച്ച് എൻ്റെ മകനെ അടുപ്പിച്ചിരിക്കുന്നത്. നിരന്തരം ഗുണ്ടാ വിളയാട്ടമുള്ള പ്രദേശമായിരുന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാൽ ഭീതിയോടെയാണ് ഈ കുടുംബം കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം വർക്കല DYSPക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്.